നമിച്ചു. ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ക്യാപ്സൂൾ ഇറങ്ങി. ഗോവിന്ദൻ മാഷ് ഇന്നലെ പത്രസമ്മേളനം നടത്തി, പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു. EMSന്റെ കാലം മുതലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്ന ഒരു പ്രശ്നമാണിത്. തോറ്റാൽ തോറ്റെന്ന് സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഈ അന്ന് രാഷ്ട്രീയ പ്രവർത്തന കാലത്തൊക്കെ ഉള്ളപ്പോൾ, ചെറുപ്പത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ളപ്പോൾ, തോറ്റ അമ്പും പഞ്ചായത്ത് തോക്കും, പാർലമെന്റ് തോക്കും, അസംബ്ലി തോക്കും, തോറ്റങ്ങ് പോകും. എതിരാളെ അടിച്ചു കയറും. കോൺഗ്രസേ ഉള്ളൂ, BJP ഇല്ല. അടിച്ചു കയറുമ്പോൾ തോറ്റല്ലോ എന്ന് പറഞ്ഞ് പോയി കരഞ്ഞ് കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ദേശാമനി വായിക്കും. ദേശാമനി വായിക്കുമ്പോൾ തോറ്റില്ല. കംപ്ലീറ്റ് കണക്കുകളാണ്, കണക്കിന്റെ പ്രളയമാണ്. നമ്മുടെ റഹീമൊക്കെ വന്ന് പറഞ്ഞതുപോലെ അടിത്തറ ഇളകിയിട്ടില്ല. പിന്നെ 1971 അങ്ങനെ സംഭവിച്ചപ്പോൾ, 57 ഇങ്ങനെ സംഭവിച്ചപ്പോൾ, EMSന്റെ ഗവൺമെന്റ് വന്നപ്പോൾ അന്ന് 30 വോട്ട് കിട്ടിയപ്പോൾ ഇന്ന് 300. ഇങ്ങനെ കണക്കുകൾ കൊണ്ട് നമുക്ക് ഭ്രാന്താവും. അവസാനം നമ്മൾ തീരുമാനിക്കും രാത്രി പകലാണ്, പകൽ വെളുപ്പാങ്കാലമാണ്. തീർച്ചയായിപ്പെടുത്തി ഞങ്ങളെ പാർട്ടിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് കോട്ടം തട്ടിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ AKG പ്രതിപക്ഷ നേതാവായിരുന്ന AKGയോട് സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ രണ്ടായി, CPM CPI, പിന്നെ നെക്സലൈറ്റ്, മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് പല കഷ്ണങ്ങളായി. അതൊക്കെ കുഞ്ഞു കഷ്ണങ്ങൾ. പിന്നെ ബോൾഷെവിക് പാർട്ടി ഉണ്ടായി, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടായി. അതുപോട്ടെ, അതെല്ലാം കൊച്ചു കഷ്ണങ്ങൾ. എന്തായാലും വലിയ 2 പീസായി നിന്നത് CPM CPI ആണ്. എന്നിട്ട് അവർ 57 ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി. ലോകത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ശബരിമലയിൽ ഹിന്ദുക്കളുടെ അയ്യപ്പനെ കത്തിച്ചതിന്റെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് ഇപ്പം നാട്ടുകാർ എല്ലാം കണ്ടുപിടിച്ചു ചരിത്രത്തിൽ നിന്ന്. അത് പോട്ടെ, ഇമ്മങ്കോന്ദൻ നായർ അന്ന് കൊടുത്ത വാക്കൊക്കെ ഇപ്പോൾ ആർക്കൈവിൽ കിടപ്പുണ്ട്. അത് പോട്ടെ. എന്തായാലും കാലം കഴിഞ്ഞു. ഇപ്പോഴും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു ചൂട് മുടിഞ്ഞ് ബംഗാളിൽ 35 വർഷത്തെ ഭരണവും പോയി, ത്രിപുരയിലെ ഭരണവും പോയി, ആന്ധ്രയിലും പോയി. ഭരണമില്ലായിരുന്നു, പക്ഷെ ആന്ധ്രയിലെ വലിയ പാർട്ടിയായിരുന്നു. ആന്ധ്രയിലും പോയി, തെലങ്കാനയിലും പോയി, ബീഹാറിലെ വലിയ പാർട്ടിയായിരുന്നു, ബീഹാറിലും പോയി. സകല സ്ഥലത്തും പോയിട്ട് കേരളത്തിലെ ഒരു കടലോര പാർട്ടിയായി കേരള കോൺഗ്രസിനെയും INLനെയും പിന്നെ നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ, ഇങ്ങനെ സകല പേരെയും കൂടെ പിടിച്ചൊരു അവിയൽ മുന്നണിയൊക്കെ ഉണ്ടാക്കി. അപ്പുറത്തും അതിനാണ് UDF അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം അവിയൽ മുന്നണികളാണ്. അവിയൽ മുന്നണികളെയൊക്കെ ഉണ്ടാക്കി ഒരു കടലോര പാർട്ടിയായി നിൽക്കുമ്പോഴും ഞങ്ങൾ പഠിക്കും. എന്ത് പഠിക്കാനാ നിങ്ങൾ? വല്ലതാ പഠിക്കുവോ? നിങ്ങൾ പഠിക്കുമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും മണ്ടനോ മന്ദബുദ്ധി അല്ലെങ്കിൽ ആ രാജാവിന്റെ ഒരു കുഴപ്പമാണ്. ഈ രാജാക്കന്മാരായി പോയൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഭരണാധികാരികൾ രാജാക്കന്മാരായാൽ പിന്നെ രാജാവിന്റെ സ്തുതിപാഠകരായിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്. രാജാവിന്റെ അടുത്ത് ആർക്കും എത്താനും പറ്റത്തില്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതിനാണ്. മുഖ്യമന്ത്രി ആർക്കും കാണാനൊന്നും പറ്റത്തില്ല. മുഴുവൻ സ്തുതിപാഠകരാണ്. സ്തുതിപാഠകർ തീരുമാനിക്കും മുഖ്യമന്ത്രി എപ്പോൾ കാണണം, മുഖ്യമന്ത്രി എന്ത് പറയണം, മുഖ്യമന്ത്രി എന്ത് ചെയ്യണം എന്നൊക്കെ സ്തുതിപാഠകരാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് വലിയ റോളൊന്നുമില്ല. രാജീവ് ഗാന്ധിക്ക് ഇതേ അബദ്ധം പറ്റിയിരുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രിയായപ്പോ കുറച്ചു ദിവസം ആയപ്പോൾ രാജീവ് ഗാന്ധിയുടെ ചുറ്റും നിന്ന ഈ ഓർബിറ്റുകളാണ് രാജീവ് ഗാന്ധി നശിപ്പിച്ചത്. അത് പോട്ടെ, അത് വേറെ കഥ. എന്തായാലും ഈ പറ്റി അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പേ 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങിക്കുന്ന കാര്യം പറയൂ. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ടല്ലേ പറയൂ. പക്ഷെ അപ്പൊ അത്ര പോലും ഉപദേശിക്കാൻ താങ്കൾ ശരിയല്ല സഖാവേ. താങ്കളുടെ തീരുമാനങ്ങൾ തെറ്റാണ് സഖാവേ. താങ്കളുടെ മകളെ നിയന്ത്രിക്കണം സഖാവേ. ജോലിക്കൽ താങ്കളുടെ മകനെ നിയന്ത്രിക്കണം. ബിസിനസ്സിൽ താങ്കൾ ഇങ്ങനെ ആഡംബര കാറുകളിൽ ഓടരുത്. താങ്കൾ ആവശ്യമില്ലാതെ യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്തപ്പോൾ അവരെ തൊട്ടിയെടുത്തും ബക്കറ്റ് എടുത്തും DYFIക്കാരും ഗൺമാനും ഇറങ്ങി അടിച്ചപ്പോൾ അടിച്ചത് തെറ്റാണ്, അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയരുത് സഖാവേ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും ക്ലിഫ് ഹൗസിൽ പോയിട്ടോ അല്ലെങ്കിൽ AK സെന്ററിൽ കമ്മിറ്റി കൂടുമ്പോൾ എല്ലാവരും ഇറങ്ങിയതിനു ശേഷമോ മുമ്പോ എപ്പോഴെങ്കിലും സഖാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കരമന ഹരിയെ പോലുള്ള കുറെ ആളുകളുണ്ട്. പെരപ്പോടെ മുരളിയെ പോലുള്ള ഉണ്ടായിരുന്ന അവരൊക്കെ ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പൊളിപ്പോയി. അച്ഛൻ കരമന ഹരിയെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരെ സ്വരാജൊക്കെ ഉണ്ടല്ലോ, DYFIയുടെ ആരെങ്കിലും പിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ ആ പിള്ളേര് മുഖത്ത് നോക്കി പറഞ്ഞ സഖാവി പറയുന്നത് ശരിയല്ല, സഖാവിന്റെ ഭരണത്തിൽ കുഴപ്പമുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുകൾക്കെല്ലാം പൈസ തടഞ്ഞു വെച്ചിട്ടാണെങ്കിലും പിന്നെ പൈസ കുറെയൊക്കെ കൊടുത്തു. പക്ഷെ അതിനിടയിൽ സഖാവിന്റെ ഈ പ്രവർത്തികൾ ശരിയല്ല സഖാവേ എന്ന് പറയാൻ ഒരാൾ CPMൽ ഇല്ലാതെ പോയതാണ് CPMന്റെ ഏറ്റവും വലിയ പരാജയമെന്ന് ഗോവിന്ദൻ മാഷിനെ എന്നാണ് പഠിക്കുക. ഗോവിന്ദൻ മാഷ് പഠിച്ച് തോറ്റവൻ പഠിക്കുന്നത് പോലെയാണ്. ചില കുട്ടികൾ അമ്മ എന്ന് പറയും, മോനെ നീ പഠിച്ചാണെന്നെങ്കിലും പഠിക്കാൻ പോവല്ലേ ഞാനെന്ന് പറയും. എന്നിട്ട് പുസ്തകം തുറന്നു വെച്ചിട്ട് ഒന്നുകിൽ മൊബൈലിൽ കളിക്കും അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും. അമ്മ വരുമ്പോൾ വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും അമ്മ ഉണർത്തുമ്പോൾ ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറയും. പഠിത്തം നടക്കൂല.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും ഡോക്ടർ തോമസ് ഐസക് ജീവിച്ചിരിപ്പുണ്ട്, താങ്കൾ എം പി പരമേശ്വരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർ എം പി പരമേശ്വരനും ഡോക്ടർ തോമസ് ഐസക്കിനും ഈ വീഡിയോ ആരെങ്കിലും അയച്ചു കൊടുക്കണം. നിങ്ങൾ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും വന്ന കാലം മുതൽ പഠിക്കുകയാണ്, ഇന്ന് വരെ പഠിച്ചില്ല. EMS പഠിച്ചു വന്നിട്ട് EMS മരിച്ചു പോയതുവരെ EMS പഠിച്ചില്ല. ഞാൻ എല്ലാ ദേശാഭിമാനിയുടെയും ചിന്തയുടെ എല്ലാ വാരിക എല്ലാം നോക്കിയിട്ടിരുന്നു. എം പി പരമേശ്വരന്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിച്ചു നോക്കി. ഒരിടത്തും ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. അത് പഠിച്ച് സോവിയറ്റ് റഷ്യ തന്നെ പല കഷ്ണങ്ങളായി പോയി. ഇവിടെ ഇപ്പൊ ഇതാ കേരളത്തിൽ പഠിക്കുന്നു. നിങ്ങൾ ചെയ്ത രണ്ട് ദ്രോഹമുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ BJPക്കെതിരെ, അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പരാജയം. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് CPM-ന് പറ്റിയത്. BJP രാജ്യത്ത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൂടെ നിർത്തിയാൽ BJPയെ പ്രതിരോധിക്കാം. കോൺഗ്രസ് അല്ലെങ്കിലേ തളർന്നു കിടക്കുന്നു, BJPയെ പ്രതിരോധിക്കാം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പള്ളി വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അവർ 2-3 ഗ്രൂപ്പൊക്കെ ആയപ്പോൾ അതിനിടയിൽ കയറി പിന്നെ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി. പിന്നെ കേരള കോൺഗ്രസ് ഒക്കെ പലതായി, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പും കൂടെ ഒക്കെ വന്ന് നിൽക്കുന്ന സായിട്ട് ക്രിസ്ത്യാനികളെ കൂടെ നിർത്താം. ഒന്നാമത്തെ വിഷയം. 2, പൗരത്വ ബില്ല് വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് വലിയ സപ്പോർട്ട് കൊടുത്താൽ മരുമോനെ പിടിച്ച് എന്ത് ചെയ്തു, മന്ത്രിയാക്കി. മരുമകൻ പിന്നെ മകളെ പിടിച്ച് മുസ്ലിമായിട്ടുള്ള മരുമകന് കല്യാണം കഴിച്ചു കൊടുത്തു. അതിന്റെ കഥ വേറെയാണ്. അതിപ്പോ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നില്ല. അതിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി പിണറായിക്ക് ഉത്തരവുണ്ട്. ഞാനത് വ്യക്തിപരമായതുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മുസ്ലിം സ്നേഹമായി, പിന്നെ വേറെ ചില വലിയ മുതലാളിമാരുമായിട്ടുള്ള ബന്ധമൊക്കെ വന്ന് വലിയ മുസ്ലിമിന്റെ സംരക്ഷകനായി ആര് മാറി? നമ്മുടെ പിണറായി വിജയൻ മാറി. ആ സമയത്താണ് ഹിന്ദുക്കൾ ഒന്നടങ്കം മുസ്ലിം പ്രീണനമൊക്കെ വന്നു. VS അച്യുതാനന്ദൻ പോലും പരാതി പറയുന്ന രീതിയിലേക്ക് പോയി. ഇത് മുസ്ലിങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മലപ്പുറം മുസ്ലിം രാജ്യമാകുമെന്നൊക്കെ പറഞ്ഞു. കേരള മുസ്ലിങ്ങൾ കീഴടക്കുമെന്നൊക്കെ പറഞ്ഞു. അച്യുതാനന്ദൻ വരെ ബഹളം ഉണ്ടാക്കിയിട്ടും CPM തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് BJP എതിർക്കാൻ വേണ്ടി ഹിന്ദുക്കളെ വിട്ടിട്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പിടിച്ചു. പക്ഷെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അവർ കേന്ദ്രത്തിൽ വോട്ട് ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്തു. കാര്യം BJP എതിർക്കാൻ കോൺഗ്രസ് ആണ് നല്ലതെന്ന് പറഞ്ഞ് 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അവർ വോട്ട് ചെയ്തു. അപ്പോഴാണ് ഒരു ഉൾവിളി പിണറായി വിജയനും ഗോവിന്ദ മാഷിനും കൂടെ ഉണ്ടായത്. അത് പൊളിറ്റിക്കലായി അനലൈസ് ചെയ്യാനോ സ്ട്രാറ്റജിക്ക് നോക്കാനോ ആരും അകത്തില്ലാത്തതുകൊണ്ടാണെന്നേ. അതാണ് പ്രശ്നം. CPM-ന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രതിസന്ധിയിലാണ് CPM നിൽക്കുന്നത്. തത്വശാസ്ത്ര പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഹിന്ദുക്കളുടെ വോട്ടുകളെല്ലാം BJPക്ക് പോകുന്നതെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൂടെ നിർത്താൻ നോക്കിയിട്ട് മുസ്ലിങ്ങൾ കൂടെ നിൽക്കാതെ വന്നപ്പോൾ ഒരു കളം മാറ്റിച്ചവിട്ടി. ആര്? നമ്മുടെ ഗോവിന്ദനും നമ്മുടെ മുഖ്യമന്ത്രി. എന്താ മാറ്റിച്ചവിട്ടിയത്? എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും സഹാക്കളായ ഹിന്ദുക്കളോട് ഇടിച്ചു കയറാൻ പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു ഭീതി, മുസ്ലിങ്ങളെ വിട്ടു, ക്രിസ്ത്യാനികളെയും വിട്ടു. ഇവരറിയാതെ കോൺഗ്രസിൽ അങ്ങ് ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അൻവറും പിന്നെ PV അൻവറും അവരും എല്ലാം കൂടി ചേർന്ന് മുസ്ലിങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികൾ ഇതിനിടയ്ക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ട് അവരും കോൺഗ്രസിനോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹിന്ദുക്കളെ, എന്നിട്ട് അതിനുശേഷം ഹിന്ദുവിന്റെ പ്രീണനത്തിന് വേണ്ടി ശബരിമല അയ്യപ്പ സംഗമം നടത്തി. വെള്ളാപ്പള്ളി നടേശനെ കൂടെ ഇരുത്തി. അപ്പോഴേ അറിഞ്ഞൂടെ. എന്നിട്ട് മുട്ടിന് 24 മണിക്കൂർ മുസ്ലിങ്ങളെ പള്ളു പറയും. ഈ മുസ്ലിങ്ങളെ പള്ളു പറഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാവോ? വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ തെറി പറയുമ്പോൾ ഒരു പ്രാവശ്യം പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ല, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങളും എതിരായി. ഈ മുസ്ലിങ്ങളെ തെറി പറയുന്നതിൽ എതിർപ്പുള്ള ഹിന്ദുക്കളും എതിരായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കേരളത്തിൽ. അങ്ങനെയുണ്ട്, കുറെ മതേതരം ഉണ്ടല്ലോ ഇവിടെ കിടപ്പുണ്ട്. അവരും എതിരായി, ഇടതുപക്ഷക്കാരും എതിരായി. അപ്പൊ അത് സംഭവിച്ചു വന്നപ്പോൾ അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളിയുടെ ഈ ബഹളവും ഈ പിന്നെ ആരുടെ ബഹളവും സുകുമാരൻ നായരുടെ ബഹളവും ഒക്കെ കൂടെ വന്നപ്പോൾ ഇപ്പൊ അവസാനം സംഭവിച്ചത് ഇതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുടെയും കൺസോൾട്ടേഷൻ എവിടെ നടന്നു? UDF കൊണ്ടുപോയി. ഹിന്ദുക്കളിൽ നല്ലൊരു ഭാഗം വോട്ട് BJPയും കൊണ്ടുപോയി. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നിന്ന കുറെ ഹിന്ദുക്കളെ വോട്ടും കുറച്ച് ക്രിസ്ത്യാനികളുടെയും കുറച്ച് മുസ്ലിങ്ങളെ വോട്ട് കൊണ്ടാണ് ഇത് ആര് നേടി നിൽക്കുന്നത്? CPM മുന്നണി നേടി നിൽക്കുന്നത്. ഈ രാഷ്ട്രീയം പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സ്വരാജ് ഒരു ലേഖനം എഴുതിയിട്ട് അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദേശാഭിമാനിയിൽ സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സെന്റൻസ് തന്നെ ഞങ്ങൾ തോറ്റു, സമ്മതിച്ചു. ആദ്യമേ സ്വരാജ് സമ്മതിച്ചു. നിങ്ങൾ ആദ്യം സമ്മതിക്കേണ്ടത് ഞങ്ങൾ ജനവിധി മാനിക്കുന്നു, ഒന്നാമതായിട്ട് പറയേണ്ടത്. 2, ഞങ്ങൾ തോറ്റു. 80 മണ്ഡലത്തിൽ തോറ്റു എന്നൊരു കണക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല, 68 മണ്ഡലം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇതൊന്നും ഈ കണക്കുകൾക്കൊന്നും ഇവിടെ ജനാധിപത്യത്തിൽ ഒരു പ്രസക്തിയില്ല. നിങ്ങളെ അടപടലം പൊളുകി എന്നുള്ളതിന് തെളിവാണ് കണ്ണൂരിലും കോഴിക്കോട് കോർപ്പറേഷനിലും കൊല്ലത്തും കടക്കൽ പഞ്ചായത്തിൽ BJP ജയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ കടക്കൽ പഞ്ചായത്തിൽ ഒരു BJPക്കാർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അവരെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ ഒരു പത്രക്കാരോടൊക്കെ ചാനലുകളിൽ പറഞ്ഞത് ഇവിടെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അവരെ വീട് ആക്രമിച്ചെന്നും അവർക്ക് ഇത് നടത്താൻ പറ്റില്ലെന്ന് ഞാൻ സാന്ദർഭ്യമായി പറഞ്ഞതാണ്. കടക്കലിൽ ജയിച്ചിട്ടുണ്ട്. കൊല്ലം നിങ്ങൾക്ക് അടപടലം പൊട്ടി, കണ്ണൂരിൽ പൊട്ടി,
കോഴിക്കോട് പൊട്ടി. എന്നിട്ടും പറയണം അടിത്തറ ഭയങ്കര ബേസ്. പക്ഷെ അടിത്തറയുണ്ട്, മേൽക്കൂരയല്ല, മഴ നനഞ്ഞ് ബാക്കിയും കൂടെ ഇല്ലാതാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഗോവിന്ദ മാഷെ, ഈ ക്യാപ്സൂൾ പരിപാടികളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ വീടാന്തരം പോയി കുമ്പസരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ശബരിമല സമയത്ത് നിങ്ങൾ ഇതുപോലെ പോയി കുമ്പസരിച്ചതാണ്. ഒരാളും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. നിങ്ങൾ പറയാൻ പോണ ന്യായം ഞങ്ങൾ ശബരിമലയിൽ പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF കിട്ടിയെങ്കിലും പിന്നെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്ന ന്യായം ഇനി ഓടൂല. കാരണം 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുക്കളെ കൂടെ നിർത്താൻ പറ്റില്ല. അവരെ കുറെ BJP-കാർ കൊണ്ടുപോയി, കുറച്ച് പേര് അവിടെ പോയി കോൺഗ്രസിൽ പോയി, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നടങ്കം കോൺഗ്രസിന്റെ കൂടെ പോയി. ഒരു കാരണവശാലും എന്റെ പൊന്നു സാറെ 4 മാസം കൊണ്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ വലിയ ഗിമ്മിക്കുകൾ നടത്തേണ്ടി വരും. ഒരു ലാസ്റ്റ് ചോയ്സ്, അതായത് നിങ്ങളോട് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, വനവാസത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനോ വനവാസത്തിന് പോകാനോ, അത് സതീശൻ പോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ പോണ്ട, ജനങ്ങൾ അയച്ചോളും.